ഞാനും കരിമീനും. അതാണ് ഇന്നത്തെ കഥ. കുഞ്ഞായിരിക്കുമ്പോൾ കരിമീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ കരിമീന് നല്ല വിലയായിരുന്നു. അതുകൊണ്ട് വല്ലപ്പോഴും ഒരു കരിമീനൊക്കെ കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ കൊച്ചായിരിക്കുമ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ, ആ ജോലി കൊണ്ട് കുറേ കരിമീൻ വാങ്ങാൻ പറ്റണേ. അങ്ങനെ കരിമീൻ കഴിക്കണമെന്നുള്ള മോഹം കാരണം ഞാൻ പലതവണ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഓരോ തവണയും പഠിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പല പല റീസൺസ് ഉണ്ടായിരുന്നു. മീൻ കഴിക്കാനുള്ള മോഹം കാരണം ജോലി കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്താണേലും ഇഷ്ടംപോലെ മീൻ വാങ്ങാനുള്ളൊരു യോഗം എനിക്കുണ്ടായിരുന്നു. കല്യാണം കഴിച്ച് അത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെയാണ്. പുള്ളിക്കാരന് പല പല സ്ഥലങ്ങളിലോട്ട് സ്ഥലം മാറ്റം ഉണ്ടാവാറുണ്ട്. അപ്പം കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ ചമ്പക്കര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ജോലി. ചമ്പക്കര എന്ന് പറയുന്നത് ഒരു കൊച്ചിയുടെ അടുത്തെങ്ങാണ്ടായിട്ടുള്ള എറണാകുളത്തുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് അതൊരു നാട്ടുപ്രദേശമായിരുന്നു. അവിടെ രാവിലെ ഒരു 5 മണിയോ 6 മണിയോ ആ സമയത്ത് ചമ്പക്കര മാർക്കറ്റിൽ ലേലം വിളിക്കും. മീനിനാണ് ലേലം വിളിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ഇങ്ങനൊരു പരിപാടി ഉണ്ടോ ആവോ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതിന് മുന്നേ ഇവനോട് പറയും, എന്നെ ട്രെയിനിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ ആദ്യമേ ചമ്പക്കര മാർക്കറ്റിൽ കൊണ്ടുപോകണം. അവിടെ ചെന്ന് ഈ പിടയ്ക്കുന്ന കരിമീനുണ്ട്, ജീവനോടെ കിട്ടുന്ന കരിമീൻ, എനിക്കതിനെ വാങ്ങണം. എന്നിട്ട് തിരിച്ച് പുള്ളിക്കാരൻ എന്നെ അവിടെ ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിടും. അപ്പം പിന്നെ രാവിലെ തൊട്ട് എൻ്റെ പരിപാടി ഈ മീൻ ശരിയാക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും ഉണ്ടാകത്തില്ല. മീനും ദോശയും. ഞങ്ങൾ 3 നേരവും മീനും ദോശയും മാത്രം കഴിക്കുമായിരുന്നു. ആ മീനെന്ന് പറയുന്നത് എൻ്റെ പൊന്നെ എന്നാ ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ. നല്ല ഫ്രഷായിട്ട് കിട്ടുമ്പം മീൻ നല്ല അടിപൊളിയാണ്. എന്താണേലും ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് ഒത്തിരി കരിമീൻ ചമ്പക്കരയിൽ നിന്ന് കഴിക്കാൻ പറ്റി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. കരിമീൻ ഓൾറെഡി നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി അതിന് വേണ്ടിയുള്ളൊരു ഗ്രേവിയാണ് ആവശ്യം. ഇത് കാണാൻ മാത്തു ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുക. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഞാൻ സവാളയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. 2 സെപ്പറേറ്റായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുമിച്ച് വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് നന്നായി വഴറ്റുക എന്നുള്ളതാണ്. എത്രയും നന്നായി വഴറ്റുന്നോ അത്രയും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിലിട്ട് വളരെയധികം സമയമെടുത്ത് വഴറ്റുക എന്നുള്ളതാണ് ഈ കറിയുടെ ടേസ്റ്റ് നിർണ്ണയിക്കുന്നത്. നമ്മളൊരു സൈഡിൽ മീൻ വറുക്കുന്നു, ഒരു സൈഡിൽ നമ്മൾ വഴറ്റിയെടുക്കുന്നു സവാള. അത് കഴിഞ്ഞാൽ പൊടികൾ നന്നായി വഴണ്ട് ഒരു ബ്രൗണൊക്കെ നിറാവുമ്പോഴത്തേക്ക് നമ്മൾ പൊടികളിടും. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ 3 പൊടികൾ വിട്ട് വീണ്ടും നമ്മൾ വഴറ്റൽ തുടരുകയാണ്. അങ്ങനെ വീണ്ടും വഴറ്റി സംഭവം ഏകദേശം എടുത്തതിൻ്റെ പകുതി വോളിയമാകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ആവശ്യത്തിന് വഴറ്റിയിട്ടുണ്ട് എന്ന്. അല്ലെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നന്നായി വഴറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളിയും കൂടെ ഇട്ട് നന്നായി വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവമായി. ഇനിയും ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ളതെന്ന് പറയുന്നത് കുറച്ച് മല്ലിയിലയാണ്. ഇഷ്ടമുള്ളവർ മല്ലിയില ചേർക്കുക. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മല്ലിയില ഇട്ടു. അത് കഴിഞ്ഞ് വാഴയില വഴറ്റി നമ്മൾ ഒരു മീനും വെച്ച് അതിൻ്റെ മേലിലോട്ട് ഈ ഗ്രേവിയും ഇട്ട് അതിനെ നമ്മൾ പൊതിഞ്ഞെടുക്കും. ഞാൻ ഈ വാഴയിലയിലെ നാര് തന്നെയാണ് ഇത് കൂട്ടിക്കെട്ടാനും ഉപയോഗിച്ചത്. ഇത് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നമ്മൾ നല്ല രീതിയിൽ ഇത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാര് ഉപയോഗിച്ചായിരുന്നു. ആ നാര് ഉപയോഗിച്ച് കെട്ടി
ഞാനൊരു ചപ്പാത്തി തവയുടെ പാത്രത്തിലോട്ട് വെച്ച് ഇതിനെ ഇനി പൊള്ളിച്ചെടുക്കുക. അതോടുകൂടി ആക്ച്വലി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ അപ്പം തന്നെ അത് ഉപയോഗിച്ചില്ല. കുറച്ചൊന്ന് ഇരുന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഞങ്ങളത് തുറന്നു. സംഭവം കിടിലമായിരുന്നു.